ഹായ് ക്രിയേറ്റേഴ്സ്, നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വലിയൊരു മാറ്റം യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഈ രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ കൊടുക്കേണ്ടത് എന്നുള്ളത്. അവിടെ ആദ്യമൊക്കെ ആൾട്ടേർഡ് കണ്ടന്റ് എന്ന് നമുക്ക് കാണാമായിരുന്നു, പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല. AI യൂസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഇതെങ്ങനെ കൊടുക്കാം, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള ഈ ഒരു മാറ്റത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് എന്താണ് വന്നിട്ടുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ AI യൂസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ആൾട്ടേർഡ് കണ്ടന്റ് എന്നുള്ളതായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്, അത് മാറിയിട്ട് AI ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് യെസ് നോ അത് കൊടുക്കുന്നത് സെയിം ആണ്. ആ രണ്ട് ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ, ഇത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിലായിരിക്കും. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ആൾട്ടേർഡ് കണ്ടന്റ് ഒക്കെ വന്ന സമയത്ത് പല ആളുകളും പല രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞിട്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് നമ്മൾ വീഡിയോന്റെ കോൺട്രാസ്റ്റ് ബ്രൈറ്റ്നെസ് കൂട്ടിയാലും കുറച്ചാൽ പോലും അത് യെസ് കൊടുക്കണം, ആൾട്ടേർഡ് കണ്ടന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് കൺഫ്യൂഷന് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കമന്റും നേരിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി വേണം. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറി കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ AI യൂസ് എന്ന് പറഞ്ഞിട്ട് വാസ് AI യൂസ്ഡ് ടു ജനറേറ്റ് ഓർ എഡിറ്റ് യുവർ കണ്ടന്റ് ഇൻ എനി ഓഫ് ദി ഫോളോവിങ് വേ. അപ്പൊ അവർ ചോദിക്കുന്നത് ഞങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും കാര്യം ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീഡിയോയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കാം എന്താണ് അവർ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന്, മേക്ക് എ റിയൽ പേഴ്സൺ ടു അപ്പിയർ ടു സേ ഓർ ഡു സംതിങ് ദേ ഡിഡ് നോട്ട് സേ ഓർ ഡു. അതായത് ഒരു റിയൽ ആയിട്ടുള്ള ഒരാള് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് അല്ലെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യാണ്. അപ്പൊ ആ സംഭവം യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല. അപ്പൊ നമുക്ക് ഒരു സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ അവരെ പൊളിറ്റീഷ്യനൊക്കെ നമുക്കറിയാലോ, AI ഉപയോഗിച്ചിട്ട് ഭയങ്കരമായിട്ട് നമുക്കൊന്ന് ഒറിജിനാലിറ്റിയിൽ വീഡിയോ ചെയ്യാം. അപ്പൊ അവര് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം പറഞ്ഞ പോലെ വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഓഡിയൻസ് തെറ്റിദ്ധരിക്കപ്പെടാൻ അവിടെ ചാൻസ് ഉണ്ട്. രണ്ടാമത്തേത്, ആൾട്ടേഴ്സ് ഫുട്ടേജ് ഓഫ് എ റിയൽ ഇവന്റ് ഓർ പ്ലേസ്. അതായത് റിയൽ ഒരു ഇവന്റിലൊക്കെ നമ്മൾ ആൾട്രേഷൻ വരുത്തിയിട്ട് യഥാർത്ഥത്തിൽ നടന്ന പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന സംഭവത്തിൽ തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആൾട്രേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കും, പക്ഷെ കാണുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മളോട് നോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ യെസ് കൊടുക്കേണ്ടി വരും. മൂന്നാമത്തേത്, ജനറേറ്റ്സ് എ റിയലിസ്റ്റിക് ലുക്കിംഗ് സീൻ ദാറ്റ് ഡിഡ് നോട്ട് ദേ ആക്ച്വലി ഒക്കർ. അതായത് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്, പക്ഷെ അത് കണ്ടാൽ പക്ക പെർഫെക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AI ഒക്കെ അതിന്റെ മാക്സിമം ലെവലിലാണ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നടക്കാത്തൊരു കാര്യം, ഒരു സ്ഥലത്ത് നമ്മൾ ബോംബ് വന്നു വീണ് ആകെ തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാണ്. അപ്പൊ നമ്മൾ AI ഉപയോഗിച്ചിട്ട് റിയൽ ആയിട്ട് നടന്ന പോലെ ആ ഒരു ടൗണിന്റെ ഇതിലൊക്കെ വീഴുന്ന പോലെ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുമല്ലോ. അത് നമ്മുടെ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവമല്ലേ. അത് നമ്മുടെ ആ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു കാര്യം ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഒരു ഫേക്ക് ആയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ആൾട്രേഷൻ നടത്തുക, അതല്ലെങ്കിൽ ഇതുപോലെ യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടി. നടക്കാത്ത കാര്യം നടന്നു, പറയാത്ത കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിയൽ വീഡിയോ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണെങ്കിലാണ് ഇത് യെസ് കൊടുക്കേണ്ടത്. ആൾട്ടേർഡ് കണ്ടന്റും ഏകദേശം ഇതേ രീതിയിൽ തന്നെ ആയിരുന്നില്ല. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി കിട്ടി. എങ്കിലും ഇപ്പോഴും നമുക്ക് ഇതിൽ എന്താണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യൂട്യൂബ് പറയുന്നുണ്ട്, ടു ഫോളോ യൂട്യൂബ് പോളിസി യു ആർ റിക്വയർഡ് ടു ടെൽ us അബൌട്ട് യുവർ യൂസ് ഓഫ് AI. ദിസ് ഇൻക്ലൂഡ് റിയലിസ്റ്റിക് സൗണ്ട് ഓർ വിഷ്വൽ മെയ്ഡ് ഓർ എഡിറ്റഡ് വിത്ത് AI. അപ്പൊ നമുക്ക് ഈ ഒരുപാട് AI ടൂളുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും യൂട്യൂബിന്റെ പോളിസിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് എക്സാമ്പിളുകൾ യൂട്യൂബ് പറയുന്നുണ്ട്. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ രീതിയിൽ ഒരു പേജ് കാണാം. അവിടെ പറയുന്നുണ്ട് ഡിസ്ക്ലോസിങ് യൂസ് ഓഫ് ജെൻ AI കണ്ടന്റ്. ഇവര് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI ടൂളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു കൺസെന്റ് യൂട്യൂബ് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ അല്ലയോ എന്നറിയാനുള്ള റൈറ്റ് ഉണ്ട്. ഇവ മനസ്സിലായില്ലേ? നമ്മൾ AI ടൂളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തരുമ്പോൾ തന്നെ നമ്മൾ വ്യൂവേഴ്സിന് യാതൊരുവിധ കൺഫ്യൂഷനും പാടില്ല. അവർക്ക് ഒരു അവകാശം ഉണ്ട്, ഇത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാനുള്ള. അപ്പൊ അത്
യൂട്യൂബ് അനുവദിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ റിയൽ അല്ലാത്തൊരു വീഡിയോ ചെയ്യാണ് എന്ന് റിയൽ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംഭവം യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഇത് AI ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു സിഗ്നൽ അവർക്ക് കാണാം, ഒരു സ്റ്റിക്കർ കാണാൻ പറ്റും. അപ്പോൾ ഓഡിയൻസിന് കൺഫ്യൂഷൻ ഇല്ലാതാവുകയാണ്. അപ്പൊ ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി യൂട്യൂബ് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എല്ലാ വീഡിയോക്കും ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പറയുമ്പോൾ ഇവിടെ യൂട്യൂബ് കാണിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. അതിൽ ആദ്യം അവർ പറയുന്നത് നോട്ട് റിയലിസ്റ്റിക് അല്ലാത്തൊരു വീഡിയോയിൽ പോയിട്ട് നമ്മൾ യെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാണുമ്പോൾ തന്നെ അറിയാം ഇത് റിയൽ ആയിട്ട് നടക്കുന്നതല്ല. ഇപ്പൊ കാർട്ടൂണൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, സമ്മൺ റൈഡിങ് എ യൂണിക്കോൺ ത്രൂ എ ഫാന്റാസ്റ്റിക്കൽ വേൾഡ്. നമ്മൾ വേറെ ഒരു കാർട്ടൂൺ പരമായിട്ടുള്ള വേറെ ആകാശത്തൊക്കെ എത്തി അവിടുന്ന് ഇങ്ങനെ ഒരു യൂണിക്കോൺ റൈഡും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പോയിട്ട് യെസ് കൊടുക്കേണ്ട കാര്യമില്ല. ഗ്രീൻ സ്ക്രീൻ യൂസ്ഡ് ടു ഡെപിക്ട് സംവൺ ഫ്ലോട്ടിങ് ഇൻ സ്പേസ്. നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഒക്കെ ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്, സ്പേസിലൂടെയുള്ള യാത്രകൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊക്കെ അത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് അറിയാം ഇതൊന്നും റിയൽ അല്ല എന്നുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ യെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. യൂസിങ് AI ജനറേറ്റഡ് ഓർ ആൾട്ടേർഡ് ആനിമേഷൻ ഓഫ് മിസൈൽ ഇൻ എ ഫുള്ളി ആനിമേറ്റഡ് വീഡിയോ. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റിയൽ ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഒരു മിസൈൽ വന്ന് വീഴുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം. ഇപ്പൊ കൊച്ചി പോലൊരു നഗരത്തിൽ നമ്മൾ അങ്ങനെ കാണിക്കുമ്പോൾ അവിടുത്തെ ഒരു ടൗണിൽ മിസൈൽ വന്ന് ബിൽഡിംഗ് തകർന്നു എന്ന് നമ്മൾ കാണിക്കുമ്പോൾ അത് റിയൽ ആയിട്ട് തോന്നിക്കാം. പക്ഷെ ഒരു ആനിമേറ്റഡ് വീഡിയോയിൽ ഒരു കാർട്ടൂൺ മിസൈൽ വന്ന് പതിക്കുമ്പോൾ അത് AI ജനറേറ്റഡ് ആണ് എന്നുള്ളത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇനി മൈനർ, അതായത് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വീഡിയോയിൽ വരുത്തും. അതായത് അപ്ലൈയിങ് ബ്യൂട്ടി ഫിൽറ്റർ ഉപയോഗിച്ചാൽ നിങ്ങൾ ഒരിക്കലും അത് യെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കളർ അഡ്ജസ്റ്റ്മെന്റ് ഓർ ലൈറ്റിംഗ് ഫിൽറ്റേഴ്സ്, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കളർ ടൂണൊക്കെ മാറ്റും. അതിനൊന്നും നിങ്ങൾ കൊടുക്കേണ്ട. ഫിൽറ്ററുകൾ ഉപയോഗിച്ചാലും ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലും ഒന്നും നിങ്ങൾ ഈ AI എന്നുള്ള സംഭവം യെസ് കൊടുക്കേണ്ട. സ്പെഷ്യൽ എഫക്റ്റ് ഫിൽറ്റർ ലൈക്ക് ആഡിങ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വിൻറ്റേജ്, ഇതിലൊന്നും നിങ്ങൾ യെസ് കൊടുക്കേണ്ട. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറി കിട്ടും. ക്യാപ്ഷൻ ക്രിയേഷൻ, വീഡിയോ ഷാർപ്പനിങ്, അതായത് വീഡിയോയിൽ നമ്മൾ ഓഡിയോ റിപ്പയർ, വീഡിയോ ഒന്ന് എൻഹാൻസ് ചെയ്യാം. അതുപോലെ ഐഡിയ ജനറേഷൻ, ക്ലോണിങ് വൺ ഔൺ വോയിസ് ടു ക്രിയേറ്റ് വോയിസ് ഓവർ ഓർ ഡബ്സ്, അതുപോലെ ഗെയിം പ്ലേ ഫുട്ടേജ് ഫ്രം വീഡിയോ ഗെയിംസ്. അങ്ങനെ ഒരുപാട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ രീതിയിലുള്ള വീഡിയോസുകളിലൊന്നും നിങ്ങൾ ആൾട്ടേർഡ് കണ്ടന്റ് AI കണ്ടന്റ് എന്നുള്ളത് യെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓഫ് കണ്ടന്റ് ക്രിയേറ്റ്സ് നീഡ് ടു ഡിസ്ക്ലോസ്. നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ട വീഡിയോസ് അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ യെസ് കൊടുക്കേണ്ടതില്ലാത്തതാണ് പറഞ്ഞത്. ഇനി കൊടുക്കേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യത്തേത് AI ജനറേറ്റഡ് മ്യൂസിക് ആണെങ്കിൽ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. AI യെസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ AI ജനറേറ്റഡ് എക്സ്ട്രാ ഫുട്ടേജ് ഓഫ് എ റിയൽ പ്ലേസ്, അതായത് നമ്മളൊരു പ്രൊമോഷണൽ ട്രാവൽ വീഡിയോയിൽ നമ്മൾ AI ഉപയോഗിച്ചിട്ടൊരു എക്സ്ട്രാ ഫുട്ടേജ് ആഡ് ചെയ്തു. അപ്പൊ അത് റിയൽ ആയിട്ട് അവിടെ ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ നമ്മളത് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചീറ്റിംഗ് ആയി. അപ്പൊ അത് എന്ത് ചെയ്യണം? യെസ് കൊടുക്കണം. അതുപോലെ AI ജനറേറ്റഡ് റിയലിസ്റ്റിക് വീഡിയോസ് ഓഫ് എ മാച്ച് ബിറ്റ്വീൻ 2 റിയൽ പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയർ. 2 ടെന്നീസ് പ്ലെയേഴ്സ് ടെന്നീസ് കളിക്കുകയാണ്. പക്ഷെ അത് AI ജനറേറ്റഡ് ആണ്, പക്ഷെ റിയൽ ആയിട്ട് കളിക്കുന്ന പോലെ തോന്നിപ്പിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ അത് നമ്മൾ അവിടെ AI യെസ് കൊടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വീഡിയോ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കണം. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ മേക്കിംഗ് ഇറ്റ് അപ്പിയേഴ്സ് ആസ് ഇഫ് സംവൺ ഗേവ് അഡ്വൈസ് ദാറ്റ് ദേ ഡിഡ് നോട്ട് ആക്ച്വലി ഗിവ്. അതായത് എന്തെങ്കിലുമൊക്കെ അഡ്വൈസുകൾ കൊടുക്കുന്ന ഒരു വീഡിയോ. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒരു അഡ്വൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നു, പക്ഷെ ആക്ച്വലി അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ ആണെങ്കിൽ നമ്മളത് യെസ് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഈ രീതിയിൽ ഒരുപാട് എക്സാമ്പിളുകൾ അവർ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് അവർ പറയുന്നുണ്ട് മേക്കിംഗ് ഇറ്റ് ലുക്ക് ലൈക്ക് എ റിയൽ പേഴ്സൺ ഹാസ് ബീൻ അറസ്റ്റഡ് ഓർ, അതായത് ഒരു റിയൽ പേഴ്സണെ അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള വീഡിയോസുകളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ AI ഉപയോഗിച്ച് യെസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ലിസ്റ്റ് പൂർണ്ണമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് തരത്തിലുള്ള കണ്ടന്റുകളാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇത്
നമ്മൾ വായിച്ചു നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിത് കൊടുത്തു കഴിഞ്ഞ ഈ രീതിയിൽ നമ്മളിപ്പോ ഒരു AI വീഡിയോ ഇതുപോലെ റിയൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു AI വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്ന ആൾക്ക് ഇതുപോലെ ഒരു AI എന്ന് പറഞ്ഞിട്ട് ഒരു എംബ്ലം ചെല്ലും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇത് ഫേക്ക് ആണ് അല്ലെങ്കിൽ ഇത് AI ആണ്. അപ്പൊ അവർക്ക് അവിടെ കൺഫ്യൂഷൻ ഇല്ലാതാവുകയാണ്. ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതിന്, ആളുകൾക്ക് വ്യൂവേഴ്സിന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഇത് കൊടുക്കാൻ പറയുന്നത്. അപ്പൊ നമ്മളത് യെസ് കൊടുത്താൽ മാത്രമാണ് ഇത് യൂട്യൂബ് കാണിക്കുള്ളൂ. ചില കേസുകളിൽ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കണ്ടെത്തും. യൂട്യൂബിൽ നമ്മൾ യൂട്യൂബിന്റെ തന്നെ AI ടൂളുകൾ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടെത്തും. അതുപോലെ നമ്മുടെ ഇന്റേണൽ സിസ്റ്റം അവര് യൂട്യൂബ് സ്വയം കണ്ടെത്തിയാലും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് നമ്മളിത് കൃത്യമായിട്ട് കൊടുക്കാതെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ യൂട്യൂബിന്റെ വക പെനാൽറ്റീസ് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ കണ്ടന്റ് റിമൂവ് ആകാനും നമ്മുടെ മോണിറ്റൈസേഷൻ കിട്ടിയ ചാനൽ സസ്പെൻഷൻ ആവാനൊക്കെ, മോണിറ്റൈസേഷൻ പോവാനൊക്കെ കാരണമാകുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. നിങ്ങളൊക്കെ ഇത് ശ്രദ്ധിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ കൊടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.